ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഒരു മീൻ കറിയുടെ എല്ലാം മീൻ ടേസ്റ്റുള്ള ഒരു കറി. ഇതുപോലെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിന് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഈ കറി ഉണ്ടാക്കാനായി ചക്കക്കുരുവും പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചക്കക്കുരും പച്ചമാങ്ങയും കൊണ്ടുള്ള നല്ലൊരു കറിയാണ്. ഒരു 10 ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത്, ഒരു പച്ചമാങ്ങ, അധികം പുളിയില്ലാത്ത പച്ചമാങ്ങയാണ്, അതുകൊണ്ട് ഒരു മാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കണം. 4-5 ചെറിയ ഉള്ളി, 2 പച്ചമുളക്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന്. വേവാൻ പാകത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ചക്കക്കുരുവിന് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് കുറച്ച് സമയം വേവേണ്ടി വരും. ഇനി മിക്സി ജാറിലേക്ക് ഇതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായി 2 പിടി തേങ്ങ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും, പിരിയൻ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ചെറിയ ഉള്ളി ചേർക്കണം. 1/2 ടീസ്പൂൺ നല്ല ജീരകവും. ചെറിയ ഉള്ളി വലിയതായതുകൊണ്ട് 1 ചേർത്തിട്ടുള്ളത്, ചെറുതാണെങ്കിൽ 2 ചേർത്ത് കൊടുത്ത് നൈസായിട്ട് ഈ തേങ്ങ അരച്ചെടുക്കണം. തേങ്ങ നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം. കഷ്ണങ്ങളൊന്ന് ഇളക്കി നോക്കാം, ചക്കക്കുരു വെന്തിട്ടുണ്ടോ നോക്കാം. മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. ചക്കക്കുരുവിന് കുറച്ച് വേവുള്ളത് കൊണ്ട് കുറച്ച് സമയം കൂടെ വേവിച്ചെടുക്കണം. വെന്തിട്ടില്ല, ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി തുറന്ന് നോക്കാം. ചക്കക്കുരു നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുത്ത്, തേങ്ങ നൈസായിട്ട് അരച്ചാലേ കറി നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മിക്സി ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് ഇതൊന്ന് തിളച്ച് വരണം. നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് ഇനി കുറച്ച് സാധനം കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു പാകത്തിലാണ് കറി കിട്ടിയിട്ടുള്ളത്. ഇത് മതി. ഈ പാകത്തിൽ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് കടായിയിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂൺ കടുകും 5-6 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും. കടുക് പൊട്ടി വരണം. ആ സമയത്ത് ഇതിലേക്ക് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്ത്, ചെറിയ ഉള്ളി ചേർത്താലാണ് കറി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയ ഉള്ളി തന്നെ ഈ താളിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇനി 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂത്ത് വരണം. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചക്കക്കുരു മാങ്ങാക്കറി റെഡിയായി. മീൻകറി ഇല്ലെങ്കിൽ മീൻകറി നിർബന്ധമായിട്ടുള്ളവർക്കെല്ലാം ഈ ഒരു കറി ഉണ്ടായാൽ മീൻകറിയുടെ അതേ ടേസ്റ്റാണ്. മീനില്ലെങ്കിലും മീൻകറിയിലെ അതേ ടേസ്റ്റുള്ള നല്ല രുചിയുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.